ഇതുപോലെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 30-ാമത്തെ വാക്യത്തിൽ കാലേബ് ചെയ്തത് ചെയ്യണം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും മാനുഷികമായിട്ടുള്ള നിലയിൽ ഞാനും നിങ്ങളും കാര്യങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധി പറയും, നമ്മുടെ മനസ്സ് പറയും, ഹല്ലേലൂയ, നടക്കത്തില്ല. എങ്ങനെ നടക്കും എന്നാ പറയണേ? പ്രൈസ് ഗോഡ്. പക്ഷെ എന്ത് ചെയ്യണം? ആ ചിന്തകളെ അമർച്ച ചെയ്യണം. ഒന്നാമത് തന്നെ നമ്മുടെ വിഷയത്തിന് തടസ്സം നമ്മൾ തന്നെ. സ്തോത്രം. അതുകൊണ്ട് ഒന്നാമത് എന്ത് ചെയ്യണം? വിഷയങ്ങളെ അമർച്ച ചെയ്യണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് കൊടുക്കുന്ന ഉപദേശം നോക്കിക്കേ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. ദൈവവേദിയിലെ സ്തോത്രം. അതിന് എഫർട്ട് എടുക്കണം. ചുമ്മാ ഇരുന്നുകൊണ്ട് നമേണമെന്ന് പ്രാർത്ഥിക്കാനല്ല. പിന്നെന്താ? ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ വിശ്വാസത്തോടെ നിൽക്കുവാൻ എനിക്ക് കഴിയാതെ വണ്ണം എൻ്റെ ചിന്താ മണ്ഡലത്തെ, എൻ്റെ വിചാരങ്ങളെ കർത്താവെ അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. കാരണം കലങ്ങിയ മനസ്സ് സമ്മതിക്കുന്നില്ല, വേദനിക്കുന്ന മനസ്സ് സമ്മതിക്കുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വാഗ്ദത്തത്തിൻ്റെ അനുഭവങ്ങൾ ലഭിക്കാതെ വണ്ണം എൻ്റെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്ന ചിന്തകളെ ഇന്ന് പകൽ ഞാൻ അമർച്ച ചെയ്യുകയാണ്. ഹല്ലേലൂയ. അത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്നതാ. എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. സ്തോത്രം. നാം ഒന്നാമത് പോരാടേണ്ടത് സ്തോത്രം നമ്മുടെ ജഡത്തിനെതിരായിട്ടാണ് പോരാടേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. എല്ലാ വിഷയത്തിൻ്റെ മുന്നിലും നാം പതറിപ്പോകുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിൽ പലതും സങ്കല്പിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. അല്ലേ? ഇപ്പോഴഭിമുഖീകരിക്കുന്ന വിഷയം ഒന്ന് ചോദിക്കുക. നമ്മുടെ മനസ്സിൽ പലതും കണക്കൂട്ടി വെച്ചിട്ടില്ലേ? എത്ര നാൾ പോയത്? എങ്ങനെ ഇത് ശരിയാവും എന്നായി പറഞ്ഞ് നോക്കിയിട്ട് ഒരു എത്തും പിടി കിട്ടുന്നില്ലെന്നാ മനസ്സ് പറയുന്നത്. പക്ഷെ കർത്താവ് എന്നാ പറഞ്ഞ്? ഞാൻ നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിനെതിരായിട്ട് ഉയരുന്ന ഏത് വിചാരങ്ങളെയും നീ എന്ത് ചെയ്യണം? നീ അമർച്ച ചെയ്യണം, നീ പിടിച്ചടക്കണം. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ ഇന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, പറഞ്ഞ പോലെ തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും.